ഹായ് എവരി വൺ, എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി അറിയിക്കുക. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കും സങ്കടത്തിനും ഒക്കെ അവസാനമുണ്ടാകുമോ? യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. റെസിനേറ്റ് ആവുന്നവർ എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവുമോ എന്നറിയില്ല. അതുകൊണ്ട് റെസിനേറ്റ് ആവുന്നവരും ഇത് മനസ്സിലാകുന്നവരും ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നവർക്ക് മാത്രമേ അത് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ മനസ്സിലാകാൻ കുറച്ച് പ്രയാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ എനർജി വന്നത് ഒരു 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇത് 4 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ സാഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അവർ വേണ്ടെന്ന് വെച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ ഒരുപാട് നഷ്ടപ്പെടലാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 2 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 2 ഓഫ് വാൻസിൻ്റെ എനർജി പറഞ്ഞാൽ വെയിറ്റിംഗ് എനർജിയാണ്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും അവരിലേക്ക് നിങ്ങൾ ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ അവരുടെ അടുത്ത് വിട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് ഒക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അവരെ വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കും. അപ്പോൾ ആ ഒരു രണ്ടും ഒരേ മൈൻഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു കാത്തിരിപ്പാണിത്. ഒരു 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ചോയ്സാണ്. നിങ്ങളിൽ 2 പേരിൽ ആർക്കോ ഒരുപാട് ചോയ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതാകാം. ചിലപ്പോൾ ഒരു ജോലിയോ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നതോ ആയ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചോയ്സ് എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ അവർ റിലേഷൻഷിപ്പിനെക്കാട്ടും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ പണത്തിനായിരിക്കാം. ഈ റിലേഷൻഷിപ്പും കൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്കൊന്നും നേടാനില്ലെന്നൊക്കെ തോന്നുന്നുണ്ടാവും. സിംഗിൾസ് ആണെങ്കിൽ ഇവർക്ക് ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്, അവരുടെ പേഴ്സണുമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ലവ് ആണോ അട്രാക്ഷൻ മാത്രമാണോ എന്നൊക്കെ അവർക്ക് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 2 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഭയമാണ്, എന്തൊക്കെയോ പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കണ്ണ് കെട്ടി ഒരു ഭാഗത്ത് ആക്കപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്ത് അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എല്ലാം നിർത്തിപ്പോയാലോ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ഒരു തളർന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ സ്വയം ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആരുടെ കൂടെ വന്നാലും ഒരു സ്വസ്ഥത നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ, സമാധാനം കിട്ടുന്നില്ല. ചിലപ്പോൾ വിചാരിക്കുന്നത് എല്ലാം വെട്ടിമാറ്റി പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആരെയോ പേടിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 4 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് വിഷമങ്ങളുണ്ട്, നിങ്ങൾ അതൊക്കെ ആലോചിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ ചുറ്റിലുണ്ടാവും. എന്നാൽ ഒരു പ്രയാസം കൂടാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആളുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ എന്തൊക്കെയോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്.
ചിലപ്പോൾ നിങ്ങളെ പിതൃക്കളോ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സോ ആരെങ്കിലും നിങ്ങളെ കൂടെ ഹെൽപ്പിനൊക്കെ ഉണ്ടാവും. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ വെറുതെ ഒരു ആക്ഷൻ എടുക്കാണ്ട് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ കിടന്നാൽ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരു 6 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന വഴികളിലൂടെയല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് വഴി കൂടെ പോകണം, ഇതിലൂടെ പോയാൽ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു ചേഞ്ച് വരുന്നതായിരിക്കും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് വിട്ടു പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അത് വിട്ടു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മാറ്റവും വരാത്തത്. അത് വിട്ടു പോയെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയുള്ളൂ. ഒരു 5 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലോ സ്നേഹത്തിലോ ജീവിച്ചവരായിരുന്നു. അത്രയും അധികം സന്തോഷം, സ്നേഹവും കെയറിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ആരോ എന്തോ പുറകിൽ നിന്നൊരു കുത്ത് കിട്ടിയവർ നിങ്ങൾക്ക് എന്തോ പ്രശ്നം വന്ന് ആ പ്രശ്നത്തിൽ നിങ്ങൾ പെട്ട് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റിയില്ല. അപ്പോൾ അത് പിന്നെ അതിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ചീറ്റിങ് കിട്ടിയതിൻ്റെ അതിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രശ്നം രൂക്ഷമായൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആരോ ഇതിൻ്റെ ഉള്ളിൽ ഇടപെട്ടിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. ഒരു 7 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതും നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി കിട്ടിയ പോലെ തന്നെയാണ് കാണുന്നത്. നിങ്ങളാരോ നന്നായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചീറ്റിംഗ് എനർജി കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത്രയും വിഷമം അനുഭവിക്കുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാൻ സാധ്യതയുണ്ട്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്ന ആരും ഏത് രീതിയിലുള്ള അവസ്ഥയാകാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ തേർഡ് പാർട്ടി എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അത് പറയേണ്ട വന്നത്. അപ്പം ഇത് നല്ല ചീറ്റിംഗ് എനർജി കിട്ടിയ 7 ഓഫ് സോർഡിൻ്റെ എനർജി പറയുമ്പോൾ ചീറ്റിംഗ് എനർജി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. 5 ഓഫ് സോർഡിൻ്റെ എനർജി അത് തന്നെയാണ്. അനാവശ്യ കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ, ആരോടൊന്നില്ലാതെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത് രണ്ടും കാണിക്കുന്നത് അത് തന്നെയാണ്. ഒരു നൈറ്റ് ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോയി എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങളിൽ ഒരാൾ ഒരുപാട് പ്രണയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം വെട്ടിപ്പിടിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളതുകൊണ്ട് ഇപ്പോൾ കൺഫ്യൂഷനുണ്ട്. കാരണം പാസ്റ്റിൽ ആ വ്യക്തി അത്രയ്ക്ക് മോശമായിട്ടായിരിക്കും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകുക. പൂർണ്ണമായും ഈ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് സ്നേഹവും ഉണ്ട്, കൺഫ്യൂഷനും ഉണ്ട്. അപ്പോൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളായെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് പ്രണയവും തോന്നുന്നുണ്ട്. കൂടുതലും നിങ്ങളായിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകണം. നിങ്ങളെ ഇത്ര ചീറ്റിംഗ് എനർജിയൊക്കെ ആക്കിയിട്ടിട്ട് നിങ്ങളായിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. ഒരു 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധത്തിന് ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ടാവും. അത്രയും ആഴത്തിലുള്ളൊരു ബന്ധമാണ് നിങ്ങളുടേത്. അപ്പം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഒരു തരത്തിലും വിട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അത് പെൻറ്റിക്കിൾ വളർത്തിയെടുക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ന്യായം കിട്ടുന്നതാണ്. ഇത് വളർത്തിയെടുക്കുമ്പോൾ ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പെൻറ്റിക്കിൾ കിട്ടും. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ അവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ട്
നിങ്ങളോടുള്ള സ്നേഹം വളർത്തിയെടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു. ഒരു ബന്ധം പുതിയതായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് അഫർമേഷൻ ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പാകാം, ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ മറ്റാരെങ്കിലും വരുന്നതാകാം. എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ ഒരു ജോലിക്കുള്ള മെസ്സേജോ കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിലോ എന്തെങ്കിലും വരുന്ന ചാൻസ് ഉണ്ട്. ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നീതി തരാൻ പറ്റുന്നില്ലെന്ന് വിഷമം അവർക്കുണ്ട്. നിങ്ങളോട് അവർ അനീതി കാണിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, അതിനൊരു മാപ്പ് ചോദിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും 2 കാര്യത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായും അതിന് നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്നും ഒരു വീൽ ഫോർ ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാലം അനുകൂലമായിട്ട് തന്നെയാണുള്ളത്. നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ തടസ്സവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റിസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ടായിരുന്നു, എല്ലാ കാര്യവും നിങ്ങളെ ഇതിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ വരും. സമയം അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങളിലേക്ക് എല്ലാ നന്മകളും അനുകൂലമായിട്ട് വരുന്നത്, എല്ലാ തടസ്സങ്ങളും മാറുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റിലൊരു വേൾഡ് കാർഡ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ മറച്ച് വെക്കുന്നതിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മറച്ച് വെക്കുന്നത്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ അത്രയും വലിയ തകർച്ചയിൽ നിന്നാണ് ജീവിതത്തിലേക്ക് പിടിച്ച് കയറാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പേപ്പർ വർക്കൊക്കെ റെഡി ആവുമെന്ന് കാണുന്നുണ്ട്. വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ശരിയാകാൻ സാധ്യതയുണ്ട്. ജോലി വേണ്ടവർക്ക് ജോലി കിട്ടും. ഇതെങ്ങനെ ഇപ്പോൾ നല്ല സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യവും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു നന്മ തരുന്നതാണ്. നിങ്ങളെ കാലം അനുകൂലമാക്കിയെടുക്കുക. ഇനി യൂണിവേഴ്സിന് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വിഷമത്തിനും വേദനയ്ക്കും നിരാശക്കും ഇതിനൊക്കെ ഉപരിയായി യൂണിവേഴ്സിന് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താ പറയാനുള്ളതും കൂടെ നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എനർജി വന്നത് ഇതിൽ ഓവറോൾ എനർജി വന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് പെട്ടെന്ന് എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു വിചാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രാവൽ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ, ജോലി കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാനസികമായിട്ട് വിട്ട് നിൽക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ എർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് വളരെ സമാധാനമായും ശാന്തമായും നല്ലൊരു ജീവിത രീതി കൂടെ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു സമാധാനത്തോടെയും ശാന്തതയോടെയും പക്വതയോടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് അതിന് വേണ്ട ഒരു സൊല്യൂഷൻ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്.